Hi dears, welcome to MS Solution. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. നിങ്ങളുടെ സ്വന്തം ജിൻസാറാണ് മക്കളെ. ഇന്നാണ് നമ്മുടെ പ്രൊഡക്ഷൻ ലൈവിലെ കാര്യം എൻ്റെ മക്കൾ മറന്നിട്ടില്ലല്ലോ. ഇന്ന് കൃത്യം 5 മണിക്കാണ്. നമ്മൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്ത് വെച്ചോ. 5 മണിക്ക് നാളത്തെ നിങ്ങളുടെ എക്സാം പേപ്പറിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും ഇന്ന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ മക്കൾ എൻ്റെ കൂടെ തന്നെ നിന്നോ. സാറിൻ്റെ ആരോഗ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് മോശമാണ്, വൈറൽ ഫീവറും കാര്യങ്ങളാണ്. എന്നാലും എൻ്റെ എനർജി പോവാതെ എൻ്റെ മക്കൾ ഞാൻ സെറ്റാക്കി തരാൻ സാറ് വരുന്നുണ്ട്. മറക്കണ്ട, സെറ്റാക്കിക്കോ. അപ്പോൾ നമ്മുടെ ബയോളജിയിൽ എൻ്റെ മക്കൾ നോക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാം ചിത്രങ്ങൾ പറഞ്ഞുതരാം. ആദ്യം ഈ ഒരു ചിത്രം നോക്കുക. ഇതാണ് നമ്മുടെ ഫോട്ടോ 51 ചിത്രം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂക്ലിയോടൈഡിൻ്റെ ചിത്രം എങ്ങനെ വരയ്ക്കുക. നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് ന്യൂക്ലിയോടൈഡിൻ്റെ ചിത്രം വരയ്ക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വീട്, വട്ടം, പെട്ടി അല്ലേ. ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷുഗർ, പഞ്ചസാരയാണ് അല്ലേ. ഷുഗർ പഞ്ചസാരയാണ്. വട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസ്ഫേറ്റാ. പെട്ടി എന്ന് പറഞ്ഞാൽ നൈട്രജൻ ബേസാ. അപ്പോൾ എന്താണ് ഫോസ്ഫേറ്റിൻ്റെ ഫംഗ്ഷൻസ്? ധർമ്മങ്ങൾ ചോദിക്കാറുണ്ട്. പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോണ്ട് ദാറ്റ് ലിങ്ക് ന്യൂക്ലിയോടൈഡ് ടുഗദർ. ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ട് രൂപീകരണത്തിന് സഹായിക്കുന്നു. ഈ രണ്ട് ചിത്രങ്ങൾ ആദ്യം നോക്കി വെക്കണം. പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ക്രോമസോമിൻ്റെ ഭാഗം. ഇത് എന്തിൻ്റെ ചിത്രമാണ്? DNA ആണ്. ഇവിടെ ഒരു കുരു പോലെ കാണുന്ന ഒരു പ്രോട്ടീൻ ആണെങ്കിൽ അത് ഹിസ്റ്റോൺ പ്രോട്ടീനാണ്. ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻസിൻ്റെ 8 കൂട്ടി വിളിക്കുന്ന പേരെന്താ? അത് ഹിസ്റ്റോൺ ഒക്ടാമർ. ഒക്ട എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ ഇതാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഇനി ഇതിന് DNA ഇഴകൾ സ്ട്രാൻഡ് വന്നിട്ട് വലയം ചെയ്താൽ ചുറ്റി കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് ന്യൂക്ലിയോസോം. അതിൻ്റെ പേരാണ് ന്യൂക്ലിയോസോം. ഈ ചിത്രം നോക്കുക. അതുപോലെ ക്രോമസോമിൻ്റെ ഭാഗം. ഒരു ക്രോമസോമിൻ്റെ ഏറ്റവും സെൻട്രലുള്ളതാണ് സെൻട്രോമിയർ. അതിൻ്റെ ഇതളുകളെ പോലെ കാണുന്നതാണ് എന്ത്? ക്രൊമാറ്റിഡ്. എന്താണ്? ഇതളെ വിളിക്കുന്ന പേരാണെന്ത്? ക്രൊമാറ്റിഡ്. അത് നോക്കി വെക്കണം. ഇതെന്തിൻ്റെ ചിത്രമാണ്? ക്രോമസോമാണ്. ക്രോമസോമിൻ്റെ ഏറ്റവും സെൻട്രലാണ് സെൻട്രോമിയർ. അതിൻ്റെ ഈ ഇതളുകളെ പോലെ കാണുന്ന ഇതിനെ വിളിക്കുന്ന പേരാണ് ക്രൊമാറ്റിഡ്. ഇത് നോക്കി വെക്കുക. ഇനി അടുത്തതാണ് നമ്മുടെ ഈ ഒരു ഭാഗം. ക്രോമസോമാണ്. ഇത് DNA ആണ്. ഇതിലെ ഓരോന്നിനും വിളിക്കുന്ന പേര് ജീനാണ്. ജീൻ കേട്ടോ. ഈ ചിത്രം അധികം നോക്കാറില്ല, എന്നാലും ഇത് ചെറുത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇനി നമ്മുടെ പ്രോട്ടീൻ നിർമ്മാണം, പ്രോട്ടീൻ സിന്തസിസ് നിർബന്ധം. ഞാനിപ്പോൾ തന്നെ പ്രെഡിക്റ്റ് ചെയ്യും. SSLC ഓണം എക്സാം 2026 എൻ്റെ മക്കളോട് പ്രോട്ടീൻ സിന്തസിസിനെ കുറിച്ച് ഒരു ചോദ്യം നിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കും. അപ്പോൾ ഈ ഒരു ചിത്രം നോക്കണം. ഇത് ട്രാൻസ്ക്രിപ്ഷൻ്റെ ചിത്രമാണ്. ഇത് ട്രാൻസ്ലേഷൻ്റെ ചിത്രമാണ്. ചോദിക്കാറുണ്ട്. ഇവിടെ നീ കാണുന്ന ഇതെന്താ ചോദിക്കും? ഇത് DNA ആണ്. ഇതിന്ന് ഇങ്ങനെ വരുന്നത് എന്താ ചോദിക്കും? ഇത് mRNA ആണ്. ഈ കാണുന്നത് എന്താ ചോദിക്കും? ന്യൂക്ലിയസ് ആണ്. ഇവിടെ നീ പോകുന്നത് എന്താ ചോദിക്കും? അതും mRNA തന്നെയാണ്. ഈ ഒരു ചെറിയ പെട്ടി എന്താ? റൈബോസോമാണ്. ഇവിടെ കുരിശ് പോലെ കാണുന്നത് എന്താ സാറേ? അത് tRNA ആണ്. ഇവിടെ ഇവരെ മുകളിൽ കാണപ്പെടുന്ന ഈ ഒരു കുരു പോലെ സാധനം എന്താ സാറേ? അത് അമിനോ ആസിഡാണ്. ഇവർ കൂടിച്ചെന്ന് ഉണ്ടായത് എന്താ സാറേ? പ്രോട്ടീനാണ്. മക്കളെ നിർബന്ധമാണ്. മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം നോക്കണം. പേജ് നമ്പർ 17 ചിത്രമാണ്. നോക്കി വെക്കണം. ഇനി നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്ന അടുത്ത ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mRNA, tRNA, rRNA. ഇത് mRNA ചിത്രം, tRNA, rRNA. പിന്നെ ക്രോമസോമിൻ്റെ ചിത്രം ചെറിയ മാറ്റമുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 30. ഇനി മ്യൂട്ടേഷൻ്റെ ചിത്രമാണ് കേട്ടോ. മ്യൂട്ടേഷൻ്റെ ചിത്രം. ഈ ചിത്രം തന്നും ഇത് എന്തിൻ്റെ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ മ്യൂട്ടേഷനാണ്. ഇന്ന് നമ്മൾ 2ാം ചാപ്റ്ററിൽ പോകുന്ന സമയത്ത് ജിറാഫുകൾ. ഈ ഒരു ചിത്രം തരും. ഇത് ഏത് എവല്യൂഷൻ, ഏത് പരിണാമത്തെക്കുറിച്ചാണ്, ഏത് സിദ്ധാന്തമാണ് ഇതിൽ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തിയറിയാണ്? ലാമാർക്കിസ് ആണ്. നമുക്കറിയാലോ ജിറാഫിന് ചെറിയ കഴുത്തായിരുന്നു. ലാമാർക്ക് പറഞ്ഞില്ലേ. ഇനി ഈ ചിത്രം എന്തൊരു ചിത്രം? ആർക്കിയോടെറിക്സിൻ്റെ ചിത്രം അല്ലേ. നമ്മൾ എവല്യൂഷൻ്റെ ഫോസിൽ സ്റ്റഡിയിൽ പറഞ്ഞ സമയത്താണ് നമ്മൾ ഈ ആർക്കിയോടെറിക്സിൻ്റെ ചിത്രം പഠിക്കുന്നത്. ഇനി അടുത്ത ഈ മനുഷ്യന്, ചിമ്പാൻസി, ഗൊറില്ല, ഓറാങ്കൂട്ടൻ, ഗിബ്ബൺ, മങ്കി. ഈ ഒരു ചിത്രം നോക്കി വെക്കണം. ഇതിൽ ഏറ്റവും താഴെയുള്ളത് പ്രൈമേറ്റ്സ്. അത് പിന്നെ എന്താവും? ആന്ത്രോപോയിഡിയാവും. അത് പിന്നെ 2 ഹൊമിനോയിഡിയെ, സെർക്കോപിത്തിക്കോയിഡിയെ. എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് സെർക്കോപിത്തിക്കോയിഡിൽ ഒരൊറ്റൊരാൾ മാത്രമേ ഉള്ളൂ. മങ്കി, കുരങ്ങ മാത്രമേ ഉള്ളൂ സെർക്കോപിത്തിക്കോയിഡിയിൽ. അടുത്ത് ഹൊമിനോയിഡിയയിലാണ് മാന്, മനുഷ്യൻ, ചിമ്പാൻസി, ഗൊറില്ല, ഒറാങ്കൂട്ടൻ, ഗിബ്ബൺ. ഈ ഓർഡറിൽ പഠിക്കണം. മനുഷ്യൻ, ചിമ്പാൻസി, ഗൊറില്ല, ഒറാങ്കൂട്ടൻ, ഗിബ്ബൺ. ഈ ഓർഡർ തന്നെ പഠിക്കണം. ഇത് ഏതിൽ പറഞ്ഞാൽ? ഹൊമിനോയിഡിയ. ഹൊമിനോയിഡിൻ്റെ പ്രത്യേകത എന്താ? ഡെവലപ്ഡ് ബ്രെയിൻ ആയിക്കാരം. ബിഗ് സൈസ് ബ്രെയിനാണ്. വലിയ ബ്രെയിനാണ്. വിത്തൗട്ട് ടെയിൽ. ഓൾക്ക് വാലുണ്ടാവില്ല. എന്നാൽ ഈ കുരങ്ങൻ മാത്രമല്ല ഗ്രൂപ്പാണ് സെർക്കോപിത്തിക്കോയിഡ്. അതിൻ്റെ പ്രത്യേകത എന്താ? സ്മോൾ ബ്രെയിനാണ്. ചെറിയ മസ്തിഷ്കമായിരിക്കും. ഹാവിങ് ടെയിൽ. അവർക്കെന്തുണ്ടാവും? വാലുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ ഭാഗം. ഇത് ബീറ്റാ ശൃംഖല, ഇതാണ് ആൽഫ ശൃംഖല. ഇതൊന്നും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ ചിത്രം പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അറിയാലോ ന്യൂറോണിൻ്റെ ചിത്രം. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോണ്, സെൽ ബോഡി, കോശശരീരം, ആക്സോണ്, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. മലയാളം മീഡിയം ആണെങ്കിൽ എന്താ? ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോണ്, കോശശരീരം, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. ചിത്രം നോക്കി വെക്കൽ നിർബന്ധമാണ്. നോക്കി വെക്കണേ. ഇനി അടുത്തതാണ് നമ്മുടെ
ഓരോ ന്യൂറോഗ്ലിയൽ സെൽസ്, ന്യൂറോഗ്ലിയൽ കോശം. ഇതാര എപ്പൻഡൈമൽ സെല്ലിൻ്റെ ചിത്രമാണ്. ഇതാണ് ഒളിഗോഡെൻഡ്രോസൈറ്റ് ആണ്. ഇതാണ് മൈക്രോഗ്ലിയൽ ആണ്. ഇതാണ് ഷ്വാൻ സെല്ല്, ഷ്വാൻ കോശമാണ്. ഇതാണ് ആസ്ട്രോസൈറ്റ്. ഇത് വലുതാക്കി ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് കിട്ടിയിരിക്കണം. ഇത് അധികം ആൾക്കാർ നോക്കാതെ പോകുന്നതാണ്. നോക്കി വെക്കണം, നിർബന്ധമാണ് കേട്ടോ, നിർബന്ധമാണ്. ഓക്കെ. ഇത് മൈലിൻ ഷീറ്റിൻ്റെ ചിത്രമാണ്. ഇതും തന്നാലും മൈലിൻ ഷീറ്റ്, 2 മൈലിൻ ഷീറ്റിൻ്റെ ചിത്രമാണ്. നോക്കി വെച്ചത് 2 ചോദിച്ചാലും മൈലിൻ ഷീറ്റ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചിത്രം വരക്കാൻ ചോദിക്കുന്നത് നമ്മളെ ബ്രെയിനിൻ്റെ ചിത്രം. അറിയാലോ, സെറിബ്രണ്ട്, സെറിബെല്ലുണ്ട്, തലാമസ് ഉണ്ട്, ഹൈപ്പോ തലാമസ് ഉണ്ട്, മിഡ് ബ്രെയിൻ ഉണ്ട്, പോൺസ് ഉണ്ട്, മെഡുല ഒബ്ലോങ്കേറ്റ് ഉണ്ട്. നോക്കി വെക്കണം. ഇതാണ് സെറിബ്രം, ഇതാണ് സെറിബെല്ലം, ഇതാണ് തലാമസ്, ഇതിന് താഴെയുള്ളതാണ് ഹൈപ്പോ തലാമസ്, ഇതാണ് മിഡ് ബ്രെയിന്, പോൺസ്, മെഡുല ഒബ്ലോങ്കേറ്റ്. 7 ഭാഗങ്ങൾ പഠിക്കണം. 7 ഭാഗം ബ്രെയിനിൻ്റെ പഠിപ്പിക്കണം. അത് ഞാനിത് ഏതാണ് ക്വസ്റ്റ്യനിൽ വരിക, ഇതൊക്കെ കൃത്യം 7 മണിക്ക് പ്രഡിക്ഷനിൽ പറയുന്നുണ്ട് മക്കളെ. ഈ ഒരു ഭാഗങ്ങൾ കൂടി എൻ്റെ മക്കൾ നോക്കിയിരിക്കണം. ഇനി നോക്കേണ്ടതാണ്, ഇത് അടയാളപ്പെടുത്താൻ ചോദിക്കും. പിന്നെ സിനാപ്സിൻ്റെ ചിത്രം ഞാൻ ഓൾറെഡി പ്രഡിക്ഷനിൽ തന്നിട്ടുണ്ട്. ഇത് പിന്നെ നെർവിൻ്റെ ചിത്രം, സിനാപ്സിൻ്റെ ഭാഗം നോക്കണം. ഞാൻ ഷോർട്സ് തന്നെ തന്നിട്ടുണ്ട്. ഷോർട്സിൻ്റെ ഭാഗം നോക്കിയാൽ മതി, എൻ്റെ മക്കൾക്ക് മനസ്സിലാവും. ഈ ഒരു ചിത്രം ഇതെല്ലാ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വർഷം ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം റിപ്പീറ്റായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തതാണ് നമ്മുടെ റിഫ്ലെക്സ് ആക്ഷൻ്റെ ചിത്രം. നിങ്ങൾക്കറിയാലോ, ഇതാണ് റിസപ്റ്റർ. അവിടുന്ന് പോകുന്നതാണ് സെൻസറി ന്യൂറോണ്. അത് നേരെ എടുക്കെത്തും, ഇൻ്റർ ന്യൂറോണിക്കെത്തും, പിന്നെ മോട്ടോർ ന്യൂറോൺ വഴി മസിൽസിലെത്തും. മലയാള മീഡിയ ആണെങ്കിൽ എന്താ, റിസപ്റ്റർ ഗ്രാഹികളിലെത്തി, സെൻസറി സംവേദ ന്യൂറോൺ വഴി എടുക്കെത്തും, ഇൻ്റർ ന്യൂറോണിലെത്തും, പിന്നെ പ്രേരക ന്യൂറോൺ വഴി എടുക്കെത്തും, മസിൽസിലെത്തും, പേശികളിലെത്തും. പിന്നെ നമുക്ക് ലാസ്റ്റ് ഉള്ളതാണ് നമ്മുടെ സുഷുമ്ന സ്പൈനൽ കോർഡ് ചിത്രം. ഇതിൻ്റെ ഏറ്റവും സെൻട്രലിൽ കാണപ്പെടുന്ന ഈ ഹോളിനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ കനാൽ. ഇതിൽ ഈ റൂട്ടിനെ വിളിക്കുന്ന പേരാണ് ഡോർസൽ റൂട്ട്. ഈ താഴത്ത് മറ്റേതാണ് ഡോർസൽ വെൻട്രൽ റൂട്ട്. ഇത് നോക്കി വെക്കണം. ഇത് ഡോർസൽ റൂട്ടാണ്. ഈ സൈഡിൽ നിന്ന്, അപ്പോൾ സാറേ ഇതും വെൻട്രൽ റൂട്ടാണ്. അപ്പം എന്താ ഇവിടെയാണ് ഇവ അടയാളപ്പെടുത്തി, ഇതും വെൻട്രൽ റൂട്ടാണ്. ഈ ചിത്രം നോക്കി വെക്കണം. ഇതിൻ്റെ പ്രത്യേകതകളും ചോദിക്കാറുണ്ട്, നോക്കി വെക്കണം. ലാസ്റ്റ് ഈ ചാർജിൻ്റെ ഭാഗം ഉദ്ദീപിക്കപ്പെടാതെ നിൽക്കുമ്പോൾ, നോ സ്റ്റിമുലസ് ആവുന്ന സമയത്ത് പുറത്ത് പോസിറ്റീവ്, ഉള്ളിൽ നെഗറ്റീവ്. എവിടെയാണോ തൊട്ടത് അവിടെ പുറത്ത് നെഗറ്റീവ്, ഉള്ളിൽ പോസിറ്റീവ്. അതങ്ങനെ ആ ചാർജ് ഇങ്ങനെ കൈമാറി കൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ ചാപ്റ്ററിലൊക്കെ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും, എങ്ങനെ അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുമെന്ന് ഞാൻ ഇന്ന് കൃത്യം 5 മണിക്ക് വരുന്നുണ്ട് മക്കളെ. കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാം ആവട്ടെ, കഴിഞ്ഞ വർഷത്തെ പബ്ലിക് ആവട്ടെ, കഴിഞ്ഞ വർഷത്തെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ബയോളജി MS സൊല്യൂഷൻ തൂക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മക്കൾ കൃത്യം 5 മണിക്ക് വന്നോ, ഞാൻ സെറ്റാക്കി തരും എന്ന് പറഞ്ഞാൽ സെറ്റാക്കി തന്നിരിക്കും. പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നമ്മൾ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് വെച്ചേക്ക്. കൃത്യം 5 മണിക്ക് സാറ് വരും, അത് സെറ്റാക്കി തരാൻ സാറ് വന്നിരിക്കും. പിന്നെ ഈ ലൈവ് കഴിഞ്ഞിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ലൈവ് എൻ്റെ മക്കളൊന്ന് കണ്ടാൽ മാത്രം മതി. നമ്മുടെ ഈ ഒരു ലൈവും 5 മണിൻ്റെ ലൈവും നമ്മുടെ നാളെ ഉണ്ടാവുന്ന മോർണിംഗ് ലൈവും മാത്രം എൻ്റെ മക്കൾ കണ്ടാൽ 40 ഉറപ്പാണ്. പിന്നെ ഫ്രീ ആയിട്ട് നോട്ട്സ് വേണമെങ്കിൽ എൻ്റെ മക്കൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി. ഫ്രീ ആയിട്ട് നോട്ട്സും കിട്ടും. അപ്പോൾ സാറിൻ്റെ എനർജിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറവായെന്ന് തോന്നിയിട്ടുണ്ടാവും, കാരണം സാറിന് പനിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടായതുകൊണ്ടാണ് മക്കളെ. ഓക്കെ, അപ്പോൾ എന്നാലും നമ്മൾ 5 മണിക്ക് നമ്മളത് തൂഫാനാക്കിയിരിക്കും, എൻ്റെ മക്കൾക്ക് സെറ്റാക്കിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആരും മറക്കണ്ട, കൃത്യം 5 മണിക്ക്. അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് സെറ്റാക്കാം. ഓക്കെ, ബൈ.